സർക്കാർ പരിപാടിയിൽ പങ്കെടുക്കാൻ റേഷൻ വ്യാപാരികൾക്ക് നിർബന്ധിത അവധി നൽകി പൊതുവിതരണ വകുപ്പ്. തിരുവനന്തപുരം, കൊല്ലം ജില്ലയിലെ മുഴുവൻ ന്യായവില ഷോപ്പുകൾക്കുമാണ് അവധി നൽകിയത്. അന്നേ ദിവസം കടകൾ തുറന്നു പ്രവർത്തിപ്പിക്കുന്നവർക്കെതിരെ ചട്ടപ്രകാരമുള്ള ശിക്ഷാ നടപടി ഉണ്ടാകുമെന്ന് കൊല്ലം ജില്ലാ സപ്ലൈ ഓഫീസറുടെ ഉത്തരവും പുറത്തു വന്നിട്ടുണ്ട്. റേഷൻ കടകൾ അടച്ചിട്ട് പരിപാടികൾ നടത്തേണ്ടതില്ല എന്ന് CITU റേഷൻ എംപ്ലോയീസ് യൂണിയൻ സംസ്ഥാന വൈസ് പ്രസിഡന്റ് കബീർ പറഞ്ഞു. ഇത് ഒരു തെറ്റായ പ്രവണതയാണ്, യാതൊരു തർക്കമില്ലാത്ത തെറ്റായ പ്രവണതയാണ്. എന്തിനു വേണ്ടിയിട്ടാണ്? ഈ ആളെ കൂട്ടലാണ് ഇതിന്റെ ലക്ഷ്യം. അത് അവർ തുറന്നു പറയുകയും ചെയ്തു. ചാവേറുകളാക്കിയിട്ട് ഇരുത്താനത്. ഉച്ചക്ക് ശേഷം വേറൊരു സെഷൻ ഉണ്ട്. ഉച്ചക്ക് ശേഷം അത് ഈ 2000 അല്ലാത്ത ഒരു 250 ആളെ വിളിച്ചിട്ടുള്ള പരിപാടിയാണ്. അതില് റേഷൻ കടക്കാരന്റെ വിഷയങ്ങൾ സംസാരിക്കുന്നെങ്കിൽ നമ്മൾ അതിൽ പങ്കെടുക്കണം, നമ്മളെ ആവശ്യങ്ങൾ പറയണം. നേടുവോ നേടില്ല എന്നുള്ള രണ്ടാമത്തെ പ്രശ്നമാണ്. മലപ്പുറത്തുനിന്ന് ഇത്ര പേര് കോട്ടയിട്ടിട്ട് ഇത്ര പേര് പങ്കെടുക്കണം എന്നാ പറഞ്ഞിരിക്കുന്നത്. ഞങ്ങൾക്ക് അങ്ങനെ അഭിപ്രായമില്ല. അടച്ചിട്ടിട്ട് അതിൽ പങ്കെടുക്കണം എന്നുള്ള യാതൊരു അഭിപ്രായമില്ല, നിർദ്ദേശമില്ല. ഗോകുൽ കെ വേണുഗോപാൽ വിശദാംശങ്ങളുമായി. ഗോകുൽ, ഇതിൽ കട തുറക്കാൻ പാടില്ല എന്ന് മാത്രമല്ല, കട തുറന്നാൽ ചട്ടപ്രകാരം നടപടി എന്നാണ് പറയുന്നത്. എന്ത് ചട്ടപ്രകാരമാണ് എന്നത് മനസ്സിലായോ? മറ്റൊന്നിതിൽ CITUവിൽ തന്നെ ഭിന്ന സ്വരം ഉയർന്നു വരികയും ചെയ്യുന്നുണ്ടല്ലോ. അനുജ, വിഷൻ 2031 എന്ന പേരിലാണ് സർക്കാർ വിവിധ സെമിനാറുകളൊക്കെ നടത്തുന്നത്. വിവിധ വകുപ്പുകളെ സംയോജിപ്പിച്ചാണ് ഇത്തരത്തിൽ സെമിനാർ നടക്കുന്നത്. 2031 കേരളം എങ്ങനെയായിരിക്കണം എന്നതിനെ പറ്റിയുള്ള ഒരു സമഗ്രമായ പഠനം അല്ലെങ്കിൽ അവലോകനം ചർച്ചയൊക്കെയാണ് നടത്തുന്നത്. അതിന്റെ ഭാഗമായിട്ടാണ് ഈ പൊതുവിതരണ വകുപ്പും ഇത്തരത്തിൽ നാളെ ഒരു സെമിനാറും പൊതുപരിപാടിയും ഒക്കെ സംഘടിപ്പിക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ടുള്ളത്. അതിന്റെ ഭാഗമായിട്ടാണ് കൊല്ലം, തിരുവനന്തപുരം ജില്ലയിലെ മുഴുവൻ ന്യായവില ഷോപ്പുകൾക്കും അവധിയായിരിക്കുമെന്നും അതിൽ പരിപാടിയിൽ പങ്കെടുക്കാത്ത കൊല്ലം ജില്ലയിലെ റേഷൻ വ്യാപാരികൾക്കെതിരെ ചട്ടപ്രകാരം നിയമ നടപടി, ശിക്ഷാ നടപടി ഉണ്ടാകുമെന്ന് പറയുന്നത്. അതെന്താണ് എന്നതിനെ പറ്റി അന്വേഷിച്ച സമയത്ത് ചിലപ്പോൾ ഫൈൻ ഉൾപ്പെടെയുള്ളവ ഈടാക്കും, ചിലപ്പോൾ ലൈസൻസ് ഉൾപ്പെടെ റദ്ദാക്കാനുള്ള സാഹചര്യമുണ്ട് എന്നൊക്കെ മനസ്സിലാവുന്നു. മറ്റു ജില്ലകളിലെ കൊല്ലവും തിരുവനന്തപുരവും അല്ലാത്ത മറ്റു ജില്ലകളിലെ ആളുകൾക്ക്, റേഷൻ വ്യാപാരികൾക്ക് പരിപാടിയിൽ പങ്കെടുക്കണമെങ്കിൽ അവർക്കും അവധി നൽകാം എന്നാണ് പറയുന്നത്. എന്നാൽ ഇതിനെ CITU ഉൾപ്പെടെയുള്ള റേഷൻ വ്യാപാരികളുടെ സംഘടന എതിർക്കുകയാണ്. ഇത്തരത്തിലൊരു പരിപാടി നടത്തേണ്ടതില്ല എന്നാണ് അവരുടെ അഭിപ്രായം. ആളുകളെ കൂട്ടാൻ വേണ്ടിയുള്ള വെറുതെ പരിപാടി നടത്തുകയാണ്. സാധാരണക്കാരായ ആളുകളുടെ വിശപ്പ് മാറ്റാതെ ഇത്തരത്തിൽ പരിപാടി നടത്തുന്നതുകൊണ്ട് കാര്യമില്ല. 2025-ലും 2026-ലും എന്താണ് നടക്കുന്നത് എന്ന് മനസ്സിലാക്കാതെ എന്നു ചർച്ച ചെയ്യാതെ 2031 പറ്റി ചർച്ച ചെയ്യുന്നതിൽ യാതൊരു അർത്ഥവുമില്ല എന്ന് റേഷൻ എംപ്ലോയീസ് യൂണിയന്റെ ഭാരവാഹികൾ ഉൾപ്പെടെയുള്ള ആളുകൾ പറയുന്നുണ്ട്. നാളെ ഇപ്പോൾ KN ബാലഗോപാലനാണ് ആ പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നത്. രാവിലെ പൊതുപരിപാടിയും ഉച്ചയ്ക്ക് ശേഷം ചർച്ചയുമാണ് നടക്കുന്നത്. രാവിലെ നടത്തുന്ന പരിപാടിയിൽ 2000-ഓളം ആളുകളെ പങ്കെടുപ്പിക്കാനാണ് റേഷൻ വ്യാപാരികൾക്ക് നൽകിയിട്ടുള്ള നിർദ്ദേശം. അതിന്റെ ഭാഗമായിട്ടാണ് ഇത്തരത്തിൽ കൊല്ലം, തിരുവനന്തപുരം ജില്ലകൾക്ക് അവധി നൽകിയിട്ടുള്ളത്. അനുജ, ശരി. ഗോകുൽ കെ വേണുഗോപാലാണ് വിവരങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.